മാന്യ പ്രേക്ഷകർക്ക് എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, പേർഷ്യൻ ഗൾഫ് വാർ, ഇറാൻ ഇസ്രയേൽ US വാർ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പേർഷ്യൻ ഗൾഫ് വാർ അവസാനിപ്പിച്ച് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തുറക്കണമെന്ന് അമേരിക്ക മറ്റു ലോകരാജ്യങ്ങളും വളരെയധികം ആഗ്രഹിക്കുന്നു. എങ്കിലും ഏതെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞ് പിടിവാശിയിൽ ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. നേർക്ക് നേരുള്ള ഒരു സന്ധി സംഭാഷണത്തിന് പോലും ഇറാൻ തയ്യാറാകുന്നില്ല. മൂന്നാമതൊരു മധ്യസ്ഥനോട് പറഞ്ഞ്, പാകിസ്ഥാനോട് പറഞ്ഞ് നേർക്ക് നേരുള്ള ഒരു സന്ധി സംഭാഷണം ഇറാൻ നടത്തുന്നില്ല. ഇറാൻ അതിന് തയ്യാറാകുന്നില്ല. ഇറാൻ വിദേശകാര്യമന്ത്രിയും ഒക്കെ റഷ്യയും അതേപോലെയുള്ള സുഹൃത്ത് രാജ്യങ്ങളും ഒക്കെ ആയി സംസാരിക്കുകയാണ്. ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഒരു വശത്ത് ഇറാൻ്റെ ഉപരോധവും മറുവശത്ത് അമേരിക്കയുടെ ഉപരോധവും നടക്കുകയാണ്. ശത്രു രാജ്യങ്ങളുടെയും മിത്രരാജ്യങ്ങളുടെയും ഒരു കപ്പലുകളും കടത്തിവിടുകയില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കയും പറയുന്നത്. ഇപ്പോൾ ഇറാന് വേറെ ഒരു പ്രതിസന്ധിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ എണ്ണ ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുന്നു. എണ്ണ ഉൽപ്പാദനം നിർത്തിവെക്കാൻ പറ്റുകയില്ല. അതവരുടെ എണ്ണക്കിണറുകളെ ബാധിക്കും. അപ്പോൾ വളരെ പഴകിദ്രവിച്ച പഴഞ്ചൻ കപ്പലുകളിലേക്ക് എണ്ണ സ്വരൂപിക്കാനാണ് ഇപ്പോൾ അവർ തുനിയുന്നത്. ഇത് എന്തെങ്കിലും ഒരു പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടെങ്കിൽ ഓയിൽ പൊല്യൂഷനിലേക്കും പാരിസ്ഥിതിക പ്രശ്നത്തിലേക്കും അത് വഴിതെളിക്കും. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ മൈറ്റി വിമാനവാഹിനികൾ പോലും പേർഷ്യൻ ഗൾഫ് ഉൾക്കടലിലേക്ക് കടന്നു പോകാൻ ധൈര്യമില്ല. ഹോർമൂസ് സ്പീഡ് ബോട്ടുകളുടെയും അത്യാധുനിക ഫൈറ്റർ ബോട്ടുകളുടെ വലയത്തിലാണ് ഇപ്പോൾ, ഇറാൻ്റെ വലയത്തിലാണുള്ളത്. അതിനാൽ ഇപ്പോൾ അമേരിക്ക പുതിയ യുദ്ധതന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുടെ പുതിയ യുദ്ധതന്ത്രം ഷിപ്പ് ഡ്രോണുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. $10 ലക്ഷം വില വരുന്ന ഷിപ്പ് മാതിരിയുള്ള ഡ്രോണുകൾ വിദൂര കൺട്രോളിലൂടെ, ഉപഗ്രഹ കൺട്രോളിലൂടെ നിയന്ത്രിച്ച് മൈനുകളെ തകർക്കുകയും ഡ്രോണുകൾ മാതിരി മിസൈലുകളും ആക്രമണ സാധനങ്ങളും ഉപയോഗിച്ച് മൈനുകളെ തകർക്കുക, കണ്ടെത്തുക, ഷിപ്പുകൾക്ക് അകമ്പടി പോവുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള അത്യാധുനിക ഷിപ്പ് ഡ്രോണുകൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യുദ്ധം ബഹുമുഖ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം നിർത്തി ലോക എക്കോണമി ബൂസ്റ്റാകുകയും ലോകത്തിൻ്റെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ മുതലായവയ്ക്കൊക്കെ ഒരു പരിഹാരമായി ട്രേഡ് വാർ രൂപപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധം കടലിലും കരയിലും ആകാശത്തിലേക്കും കൂടെ വ്യാപിക്കുന്ന അതിസങ്കീർണമായ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു വശത്ത് അമേരിക്കൻ പ്രസിഡൻറ്റിന് പല അറ്റംപ്റ്റുകളുണ്ടാകുന്നു, അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടാകുന്നു. ട്രംപിൻ്റെ ഉന്നത പാർട്ടിക്കിടയിൽ, ഉന്നത ഭരണ നിർവഹണ പാർട്ടിക്കുള്ളിലുള്ള വെടിവെപ്പ് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്രയധികം ഹൈ സെക്യൂരിറ്റിയുള്ള, ഇത്രയധികം ശാക്തിക ചേരിയിൽ തന്നെ അതിന് ഇറാനുമായിട്ടും ബന്ധമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ FBI-യും CIA-യും ഒക്കെ പറയുന്നത്, അമേരിക്കൻ ഇൻ്റലിജൻസ് പറയുന്നത്. എങ്കിലും അവരതിൻ്റെ വശങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതീവ വിദ്യാസമ്പന്നനായ ആക്രമി ഇത്രയും ഭയങ്കരമായ സെക്യൂരിറ്റി സർക്കിളിൽ ഓടിക്കയറി ആക്രമിച്ചത് ഒരു യാദൃച്ഛിക സംഭവമല്ല. ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നേറുകയാണ്. ഇറാന് രഹസ്യമായ സഹായങ്ങൾ, എല്ലാവിധ സഹായവും, രഹസ്യവും പരസ്യവുമായ സഹായങ്ങൾ ചെയ്യുമെന്നാണ് ഇപ്പോൾ സോവിയറ്റ് റഷ്യ, പുടിൻ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും കൂടെ യുദ്ധത്തെ സങ്കീർണമാക്കും. അമേരിക്കയുടെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത് ഇറാൻ്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം 440 കിലോ യുറേനിയത്തെ പറ്റി ചൊല്ലിയാണ്. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്.
പക്ഷേ യുറേനിയം ശേഖരം വിട്ടുകൊടുക്കുവാൻ ഇറാൻ തയ്യാറല്ല. ഇറാൻ പറയുന്നത് എല്ലാവർക്കും ന്യൂക്ലിയർ ബോംബും അണുവായുധങ്ങളും ഉണ്ടാക്കാം, സ്വതന്ത്ര രാഷ്ട്രമായ ഇറാൻ എന്തുകൊണ്ട് പാടില്ല? അങ്ങനെ വൺ വേ സ്വാതന്ത്ര്യം അനുവദിക്കാൻ പറ്റില്ല എന്നാണ് ഇറാൻ പറഞ്ഞത്. അതിനെതിരെ ഇറാൻ ജനത പോരാടും. ഞങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കും, രണ്ടും കൽപ്പിച്ച് എന്നാണ് അവർ പറയുന്നത്. സുഹൃത്തുക്കളെ, എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ യുദ്ധം വളരെ നാൾ നീണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ യുദ്ധം അവസാനിച്ചാൽ പോലും ഈ കടലിൽ സ്ഥാപിച്ചിരിക്കുന്ന മൈനുകൾ ഇറാൻ്റെ സമ്മതത്തോടുകൂടെ നീക്കണമെങ്കിൽ പോലും മാസങ്ങളെടുക്കും. അത്യാധുനിക മൈനുകൾ എവിടെയൊക്കെയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്, അത് കണ്ടെത്തണം, അതിനെ നിർവീര്യമാക്കണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. അതിന് വളരെയധികം നാളുകൾ വേണ്ടിവരും. അങ്ങനെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ്, അതായത് ഹോർമോസ് ഇടനാഴിക, ഈ ലോകത്തിൻ്റെ എണ്ണയുടെയും വാതകത്തിൻ്റെയും സഞ്ചാരപാത ഒരു തരത്തിലല്ല വേറെ തരത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ യുദ്ധം വളരെയധികം സങ്കീർണമാക്കിയിരിക്കുന്നു. നമ്മൾ ഇറക്കുമതിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങളായ ചൈന, ഇന്ത്യ, കൊറിയ പോലുള്ള രാജ്യങ്ങളാണ് കൂടുതൽ കഷ്ടപ്പെടുക. ഇലക്ഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണ ഇവിടെയൊക്കെ വില വർദ്ധിക്കും. പെട്രോൾ, ഡീസൽ, ഗ്യാസിൻ്റെയൊക്കെ വില വർദ്ധിക്കുന്നതോടുകൂടി നമ്മളുടെ എല്ലാവിധ സാധനങ്ങളുടെയും വില വർദ്ധിക്കും. രാജ്യത്തിൻ്റെ എക്കോണമിയെ അത് ബാധിക്കും. അങ്ങനെ പൊതുജനം ഇപ്പോൾ വളരെയധികം ആശങ്കയിൽ കഴിയുന്നു. രാജ്യങ്ങൾ വേണ്ടാത്ത യുദ്ധങ്ങളിലെല്ലാം ഏർപ്പെട്ട് മറ്റുള്ള എല്ലാവർക്കും നാശമുണ്ടാക്കും. അമേരിക്കയിൽ തന്നെ ട്രംപിൻ്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭൂരിഭാഗം അമേരിക്കക്കാരും വാറിനെതിരാണ്. അമേരിക്കയിൽ തന്നെ സാധനങ്ങളുടെ വില കൂടി, അതേപോലെ എണ്ണയുടെ വില കൂടി പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. പൊതുജനങ്ങളെല്ലാം യുദ്ധത്തിനെതിരാണ്. ഇപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് രക്ഷപ്പെടണം എന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇറാൻ സമ്മതിക്കുന്നില്ല. ഒന്നിനൊന്ന് യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്നു. ഓപ്പൺ യുദ്ധവും അല്ലാത്ത യുദ്ധവും നയതന്ത്ര യുദ്ധവും എല്ലാം തന്നെ നടക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എങ്ങനെയെങ്കിലും സുഹൃത്തുക്കളെ, വിനാശകരമായ യുദ്ധം ആർക്കും നല്ലതല്ല. അത് ഇരുപക്ഷത്തിനും ദോഷം തന്നെയാണ്. യുദ്ധത്തിൽ ആരും ജയിക്കുന്നുമില്ല, ആരും തോൽക്കുന്നുമില്ല. നാശനഷ്ടം മാത്രമായിരിക്കും മിച്ചം. എങ്കിലും ലോകസമാധാനത്തിന് വായുകൊണ്ട് പറയുകയല്ലാതെ, സംസാരിക്കുന്നല്ലാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ സംസാരിക്കുന്നവരെ പോലും ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റും പോപ്പ് ലിയോ 14 തമ്മിലുള്ള വാക്യുദ്ധം നമ്മളെല്ലാവരും കണ്ടു. പോപ്പ് എന്തായാലും ശാക്തി കച്ചേരിയുടെ കൂടെ നിൽക്കാതെ അമേരിക്കക്കാരനായ പോപ്പ് അമേരിക്കക്കാരനായ പ്രസിഡൻറ്റിനെതിരെ സമാധാനത്തിൻ്റെ ഭാഷയിൽ സമാധാനത്തിന് കൂടെ നിൽക്കണമെന്ന് പോപ്പ് പറഞ്ഞു. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ പോപ്പും ഇസ്ലാമിക രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒരു സൗഹൃദം കൂട്ടിയുറപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും തമ്മിൽ ശത്രുത വേണ്ട, സാഹോദര്യമാണ് വേണ്ടത്. അതിന് പോപ്പ് മുൻകൈ എടുത്തത് വളരെ നല്ലതായ ഒരു കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടും ഈ പ്രവർത്തനവും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ലോകസമാധാനത്തിന് വളരെയധികം ഗുണം ചെയ്യും. ഇത് നമുക്കേവർക്കും അറിയാം. അത് ഇതിൻ്റേതായ ഒരു പുരോഗതി, ആ വഴിക്കുള്ളൊരു പുരോഗതി ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് അത് സമ്മതിക്കുന്നില്ല. ട്രംപിൻ്റെ ഉപദേശകർക്ക് അടിമപ്പെട്ട് ലോകസമാധാനത്തിന്, അതേപോലെയുള്ള മതസ്പർദ്ധയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നതിന് പകരം മതസ്പർദ്ധ ഊട്ടി വളർത്തുന്ന രീതിയാണ് കാണുന്നത്. മതത്തിൻ്റെ പേരിൽ കലാപവും കുടിയേറ്റവും ഒന്നും അനുവദിക്കാൻ പറ്റുകയില്ല. മാനുഷികതയാണ്, നന്മയാണ് വലുത്. എല്ലാ രാജ്യത്തും എല്ലാ പൗരന്മാർക്കും ഈ ലോകം എല്ലാവരുടേതുമാണ്. അപ്പോൾ ലോകത്തിന് സമാധാനവും സന്തോഷവും മനുഷ്യന് നന്മയുമാണ് ഉണ്ടാകേണ്ടത്. മനുഷ്യൻ്റെ
നന്മയ്ക്കാണ് മതം ഉണ്ടാകേണ്ടത്, മനുഷ്യൻ്റെ തിന്മയ്ക്കല്ല. മനുഷ്യനെ തമ്മിൽ കലഹിപ്പിച്ച് ഭിന്നത മുതലെടുത്ത് നേതാക്കളാണ് അത് ചെയ്യുന്നത്. അങ്ങനെ സാർവത്രികമായ നന്മയ്ക്ക് പകരം സാർവത്രികമായ തിന്മ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് എവർക്കും കരുതാം. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. നന്ദി. താങ്ക് യു. ഔട്ട്.